ശ്രീ ദുർഗാ പരമേശ്വര്യേ നമ. മഹാലക്ഷ്മീ നമ. മഹാസരസ്വത്യൈ നമ. ചാമുണ്ഡീ കരാളവദനേ ചണ്ഡമുണ്ഡവിമർദ്ദിനി അഭയം കുരു മേ ദേവി ഭദ്രേ ദേവി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഹരിശ്ചന്ദ്രചരിതം സപ്തമസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. ദക്ഷിണയ്ക്ക് വേണ്ടിയുണ്ടായ ഹരിശ്ചന്ദ്രനുണ്ടായ ക്ലേശമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഏതസ്മിന്നന്തരേ പ്രാപ്തോ വിശ്വാമിത്രോ മഹാതപാഃ അന്ധകേന സമഃ ക്രുദ്ധോ ധനം സ്വം യാചിതും ഹൃദാ. ഇതിനിടയ്ക്ക് തനിക്ക് കിട്ടാനുള്ള ധനം ചോദിക്കണം എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് വിശ്വാമിത്രൻ അന്ധകനെപ്പോലെ ക്രുദ്ധനായിട്ട് അവിടെ എത്തി. അദ്ദേഹത്തെ കണ്ട് മോഹാലസ്യപ്പെട്ട് താഴെ വീണു. വിശ്വാമിത്രൻ വെള്ളം തെളിച്ച് ഉണർത്തിയിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എഴുന്നേൽക്കൂ, നൽകാമെന്നേറ്റിരുന്ന ദക്ഷിണ തരൂ. കടം വീട്ടാനുള്ളവൻ്റെ ദുഃഖം ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കും. മഞ്ഞുപോലെ തണുത്ത വെള്ളം തെളിച്ചപ്പോഴേ ബോധം വീണ്ടും കിട്ടിയ രാജാവ് വിശ്വാമിത്രനെ കണ്ട മാത്രയിൽ വീണ്ടും മോഹാലസ്യം പെട്ടുവീണു എന്നാണ് പറയണത്. എന്നിട്ടും ആ മുനിക്ക് കോപമുണ്ടായി. എങ്കിലും രാജാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണൻ വിശ്വാമിത്രൻ പറയുകയാണ്, അങ്ങയുടെ പ്രതിജ്ഞയിൽ ഉറപ്പുണ്ടെങ്കിൽ ഏറ്റിരുന്ന ദക്ഷിണ നൽകുക, അങ്ങനെ സത്യം പാലിക്കുക. പരമമായ ധർമ്മം സത്യമാണ്. സത്യത്തിലാണ് എല്ലാം തന്നെ നിലനിൽക്കുന്നത്. 1000 അശ്വമേധങ്ങളെക്കാൾ വിശേഷം സത്യമെന്നാണ് മഹാത്മാക്കൾ പറയണത്. എനിക്കുള്ള ദക്ഷിണ അങ്ങ് തരുന്നില്ല എങ്കിൽ ആദിത്യൻ അസ്തമയപർവ്വതത്തിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ അങ്ങയെ ശപിക്കും എന്ന് രാജാവിനോട് പറഞ്ഞിട്ട് ബ്രാഹ്മണൻ വിശ്വാമിത്രൻ മടങ്ങിപ്പോയി. ഹരിശ്ചന്ദ്രൻ ഭയപ്പെട്ടു. ദക്ഷിണ നൽകാൻ കഴിവില്ലാതെ മുനിയുടെ വാക്കുകളെ കേട്ട് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വേദജ്ഞനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ബന്ധുക്കളായ ബ്രാഹ്മണരോടുകൂടി ഗൃഹത്തിൽ നിന്നും ഇറങ്ങി വന്നു. ആ വഴിക്ക് നടന്നു വരുന്ന താപസനെ കണ്ട രാജ്ഞി ധർമ്മത്തിനിണങ്ങും വിധം രാജാവിനോട് പറഞ്ഞു, 3 വർണ്ണത്തിൽപ്പെട്ടവരുടെയും പിതാവാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു വരുന്നു. പിതാവിനോട് ധനം പുത്രന് സ്വീകരിക്കുന്നതിൽ സംശയമില്ല. സ്വീകരിക്കാമെന്ന് ഉള്ളതാണല്ലോ ശാസ്ത്രം. അതുകൊണ്ട് ധനത്തിനു വേണ്ടി ദേഹത്തോട് അപേക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പതിഗ്രഹം ആഗ്രഹിക്കുന്നില്ല, ക്ഷത്രിയനാണ്. യാചിക്കുക എന്നത് ബ്രാഹ്മണർക്കും, അതായത് ഗൃഹസ്ഥനും ക്ഷത്രിയർക്കും പറഞ്ഞിട്ടുള്ളതല്ല. വർണ്ണങ്ങളുടെയെല്ലാം ഗുരു വിപ്രനാണ്, എല്ലാവിധത്തിലും പൂജനീയനുമാണ്. അതുകൊണ്ട് ഗുരുവിനോട് യാചിക്കരുത്. പ്രത്യേകിച്ചും ക്ഷത്രിയരെ യജനവും അധ്യയനവും ദാനവുമാണ് ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ളത്. ശരണാഗതർക്ക് അഭയം കൊടുക്കുക, പ്രജകളെ പരിപാലിക്കുക, ഇതൊക്കെ ക്ഷത്രിയധർമ്മത്തിൽപ്പെട്ട കർമ്മങ്ങളാണ് എന്നുള്ള ധർമാധർമ്മങ്ങളൊക്കെ അവിടെ പറഞ്ഞു. തരാമെന്ന വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നത്. എവിടെ നിന്നാണെങ്കിലും ധനം സമ്പാദിച്ച് ഞാൻ ആ ബ്രാഹ്മണന് നൽകാം. അപ്പോൾ പത്നിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ ദുഃഖം വിഷമവും ഒക്കെ വരാനുള്ള കാരണം കാലമാണ്. ക്ഷയവൃദ്ധികൾ ഉണ്ടാക്കുന്നത് കാലമാണ്. പരിഭവിപ്പിക്കുന്നതും സമ്മാനവും മാനവും നൽകുന്നതും ഈ കാലം തന്നെയാണ്. കാലം മനുഷ്യനെ ദാതാവും യാചകനുമാക്കി തീർക്കുന്നുണ്ട്.
വിദ്വാനും ക്രുദ്ധനും ശക്തനുമായിട്ടുള്ള ബ്രാഹ്മണൻ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി, സൗഖ്യവും കെടുത്തി. ഇതാണ് കാലത്തിൻ്റെ കളി എന്ന് പാവം ദുഃഖിച്ചുകൊണ്ട് ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യ പറയണു. കേട്ട ഹരിശ്ചന്ദ്രൻ പറയണു, ക്ഷത്രിയ എന്ന അഭിമാനം വിട്ട് തരണമേ തരണേ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മൂർച്ചയുള്ള വാളുകൊണ്ട് നാവ് രണ്ടായി പിളറുകയാണ്. ഞാൻ ക്ഷത്രിയനാണ്, ഞാനൊന്നും യാചിക്കുകയില്ല. കൈകഴുത്ത് കൊണ്ട് നേടിയ ധനവും ദാനം ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെ. ഇങ്ങനെ ഹരിശ്ചന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പത്നി പറയണു, രാജാവേ, യാചിക്കാൻ അങ്ങേക്ക് മനക്കരുത്തില്ല എങ്കിൽ വേണ്ട. വിധിപ്രകാരം ഇന്ദ്രാദി ദേവന്മാരാണല്ലോ അങ്ങേക്ക് എന്നെ വിവാഹം കഴിച്ച് തന്നത്. ഭർത്താവിനെ എന്നെ ശാസിക്കാനും രക്ഷിക്കാനും അധികാരമുണ്ട്. എന്നെ വിറ്റ് കിട്ടുന്ന ധനം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത ദക്ഷിണ ബ്രാഹ്മണന് നൽകൂ. ഇങ്ങനെ പത്നി പറയുന്നത് കേട്ട ഹരിശ്ചന്ദ്ര രാജാവ് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് ദുഃഖം സഹിക്കാതെ കണ്ട് വിലപിക്കാൻ തുടങ്ങി. വീണ്ടും ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്ക്. ബ്രാഹ്മണൻ്റെ ശാപാഗ്നിയിൽ ദഹിച്ച് അങ്ങേക്ക് നീചത്വം ഭവിക്കും. ചൂതാട്ടത്തിനോ മദ്യപാനത്തിനോ രാജ്യത്തിനോ ഭോഗസുഖത്തിനോ അല്ല ഞാൻ എന്നെ വിൽക്കാൻ അങ്ങയോട് പറഞ്ഞത്. പറഞ്ഞ വാക്ക് സത്യമാക്കാനും ബ്രാഹ്മണന് കൊടുക്കാനുള്ള ദക്ഷിണ നൽകാനും വേണ്ടിയല്ലേ. അതുകൊണ്ട് എന്നെ വിറ്റ് ഗുരുവിനുള്ള ധനം നൽകി സത്യവ്രതത്തെ അങ്ങ് നിലനിർത്തണം. അല്ലാതെ കണ്ട് ഞാൻ തന്നെയാണല്ലോ ഈ ഉപാധി പറഞ്ഞു തരുന്നത് അങ്ങേക്ക്. അതുകൊണ്ട് അതിലൊട്ടും മടിക്കേണ്ട. എന്നെ വിൽക്കുന്ന കാര്യത്തിൽ മറ്റാർക്കെങ്കിലും വിൽക്കുന്ന കാര്യത്തിൽ ശങ്കയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം ഒരു സത്യത്തെ നിലനിർത്താനാണ് അങ്ങത് ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ പതി എന്നുള്ള നിലയ്ക്ക് അങ്ങക്ക് അതിനുള്ള അധികാരവും ധർമ്മം തന്നിട്ടുണ്ട് എന്നൊക്കെ ആ ധർമാധർമ്മങ്ങളെയെല്ലാം അവിടെ എടുത്തു പറഞ്ഞു. തന്നെ വിറ്റിട്ട് കിട്ടുന്ന ധനം കൊണ്ട് ഈ ബ്രാഹ്മണൻ്റെ കടം തീർക്കൂ എന്നാണ് അവിടെ പറയണത്. എന്തായാലും അങ്ങനെയുള്ള ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യയുടെ വാക്കുകളോടുകൂടിയാണ് ഇവിടെ ഈ 21-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനി എന്താണ് ഹരിശ്ചന്ദ്രൻ ചെയ്തത് എന്നുള്ളതിനെ നമുക്ക് അടുത്ത 22-ാമത്തെ അധ്യായത്തിൽ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. നാളെ ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.